നമസ്കാരം. ചില കാര്യങ്ങൾ കാണുമ്പോൾ, ചില വാർത്തകൾ കാണുമ്പോൾ അറിയാതെ ചിരി വരും. നമ്മുടെ ഡിവൈഎഫ്ഐക്കാർ ഡൽഹിയിലേക്ക് തീവണ്ടി കയറിയിരിക്കുകയാണ്. അവിടെ നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ജന്തർ മന്ദറിൽ നടക്കുന്ന സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് കുറേ ഡിവൈഎഫ്ഐക്കാർ തീവണ്ടി കയറി ഡൽഹിയിലേക്ക് പോകുന്നത്. എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്, പിണറായി വിജയന്റെ വാടക വീട്ടിൽ റെയ്ഡിനെത്തിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും അവർ സഞ്ചരിച്ച വാഹനം തല്ലിത്തകർക്കുകയും ചെയ്ത CPMകാരുടെയും ഡിവൈഎഫ്ഐക്കാരുടെയും ഒക്കെ അവസ്ഥയാണ്. 26 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. അതിൽ 2 പേർ ജാമ്യം നേടി പുറത്തിറങ്ങി. ഒരുത്തൻ്റെ അച്ഛൻ മരിച്ചു പോയതുകൊണ്ട് അയാൾക്ക് 3 ദിവസത്തേക്ക് ഇടക്കാല ജാമ്യം അനുവദിച്ചു. ബാക്കിയുള്ളവർ ഇപ്പോഴും ജയിലിൽ തന്നെ തുടരുകയാണ്. ഇതൊന്നും ഇവർക്ക് പാഠമാകുന്നില്ല എന്നുള്ളതാണ്. ഡിവൈഎഫ്ഐ ആണ്, എന്തുമാകാം, എന്തും ചെയ്യാം, ഭരണം ഞങ്ങൾക്കില്ല, അതുകൊണ്ട് തന്നെ ഭരണത്തിലില്ലാത്ത ഞങ്ങളെ കൂടുതൽ ഭയപ്പെടേണ്ടി വരും എന്നൊക്കെ ഇവരുടെ നേതാക്കൾ തന്നെ പറഞ്ഞിരുന്നതാണ്. ഇപ്പോൾ കഴിഞ്ഞ ഒരു 1-2 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ പ്രചരിച്ചിരുന്നു. ഒരു ഫ്ലെക്സ് ബോർഡ് വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ഓഫീസിലേക്ക് കയറി ചെന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഭീഷണിപ്പെടുത്തുന്ന ഒരു വീഡിയോ. ഇത് ഡിവൈഎഫ്ഐ എതിർക്കുന്ന ഒരു കാര്യമാണ്. ഡിവൈഎഫ്ഐ വരുന്നത് ഇങ്ങനെ ആയിരിക്കില്ല, ഞങ്ങൾ വേറെയാണ്, ഡിവൈഎഫ്ഐയുടെ നിലപാട് വേറെയാണ്, മറ്റുള്ളവർ വരുന്നത് പോലെ ആയിരിക്കില്ല ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത് എന്നൊക്കെ പറഞ്ഞൊരു ഓഫീസറെ ഭീഷണിപ്പെടുത്തുന്ന ഒരു വീഡിയോ കാണാനിടയായി. അപ്പോൾ അതുപോലെയാണ് ഇപ്പോൾ ഈ ഡിവൈഎഫ്ഐക്കാരുടെ കാര്യം. ഇവിടെ ഡിവൈഎഫ്ഐ നേതാവും MP-യുമായ AA റഹീമൊക്കെ ഇപ്പോഴും ഡൽഹിയിൽ തന്നെ കിടന്ന് വിരകുകയാണ്. അവിടെ ജന്തർ മന്ദറിൽ കിടന്നിരുന്ന് വിരകുകയാണ്. അവിടെ എന്തൊക്കെയോ എടുത്തു മറിക്കാമെന്നുള്ള ധാരണയിൽ ജോൺ ബ്രിട്ടാസ് അങ്ങനെയുള്ളവരൊക്കെ ചെയ്യുകയാണ്. അവരെ പിൻപറ്റിയാണ് ഈ പറയുന്ന ഡിവൈഎഫ്ഐക്കാരൊക്കെ അങ്ങോട്ട് പോകുന്നത്. രാജ്യത്തിനെതിരെ എന്തൊരു വിഷയം വന്നാലും അതിനെതിരെ പ്രതികരിക്കുക എന്നുള്ളത് ഇടതുപക്ഷക്കാരുടെ ഒരു ശൈലിയാണ്. അവരുടെ നിലപാടും അതാണ്. രാജ്യത്തിനോടൊപ്പം നിൽക്കുക എന്നൊരു നിലപാട് ഒരിക്കലും അവർക്കില്ല. എന്തിനേയും എതിർക്കുക, ഏതിനേയും എതിർക്കുക, ജനങ്ങളുടെ പരിഹാസം ഏറ്റുവാങ്ങേണ്ടി വരിക, ഒടുവിൽ പരാജയപ്പെട്ട് പിൻവാങ്ങുക, ഇതാണ് അവരുടെ ഒരു ശൈലി. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അവരിപ്പോൾ ജന്തർ മന്ദറിലേക്ക് വണ്ടി കയറിയിരിക്കുന്നത്. എന്താണ് ഇതിനുള്ള ഗുണം? ഇവിടെ കേരളത്തിൽ നിന്ന് കുറച്ച് ഊച്ചാളി ഡിവൈഎഫ്ഐക്കാർ അവിടേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ എന്താണ് ഇതിൽ സംഭവിക്കുന്നത് എന്നുള്ള കാര്യമൊന്നും അറിയില്ല. ഇവിടെ തന്നെ കേരളത്തിൽ തന്നെ എല്ലാ ദിവസവും പല കാരണങ്ങൾ പറഞ്ഞ് ഡിവൈഎഫ്ഐയും SFIയും ഒക്കെ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഡിവൈഎഫ്ഐയെ ന്യായീകരിക്കേണ്ട ഒരു സന്ദർഭം മാത്രമേ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൂ. കാരണം അവരൊരിക്കലും നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരല്ല. ആകെ ചെയ്യുന്നത് പൊതിച്ചോറ് വിതരണം ചെയ്യുന്നതാണ് ആശുപത്രികളിൽ. അതിനെ മുരളീധരൻ, ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി K മുരളീധരൻ എതിർത്തപ്പോഴാണ് ഈ ഡിവൈഎഫ്ഐക്ക് വേണ്ടി അനുകൂലമായി ഒന്ന് സംസാരിച്ചത്. അല്ലാതെ ഡിവൈഎഫ്ഐ ഒരിക്കലും ഒരു നല്ല കാര്യം ചെയ്തതായി എനിക്കറിയില്ല. എപ്പോഴും വെല്ലുവിളിയുടെയും ഭീഷണിയുടെയും ഊച്ചാളിത്തരത്തിൻ്റെയും ചട്ടമ്പിത്തരത്തിൻ്റെയും സ്വരമായിരുന്നു അവർക്ക്. അപ്പോൾ കേരളത്തിൽ തന്നെ നിരവധി സമരങ്ങൾ SFIക്കാരൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനും ഏതിനും സമരം, എവിടെ തൊട്ടാലും സമരം. എവിടെയെങ്കിലും ഒരു പട്ടി പറ്റി കഴിഞ്ഞാൽ ആ പട്ടിയുടെ കുഞ്ഞിൻ്റെ അച്ഛനാരാണ്, എങ്ങനെ ആ പട്ടി ഗർഭിണിയായി, ആരാണ് ആ പട്ടിയെ ഗർഭിണിയാക്കി ഉപേക്ഷിച്ചത്, ഏത് പട്ടിയാണ്, ഏതെങ്കിലും വീട്ടിലെ പട്ടിയാണോ, അതോ തെരുവിൽ അലഞ്ഞു നടക്കുന്ന പട്ടിയാണോ, ഇതിനൊക്കെ കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരിക്കും ഇവരുടെ സമരം. നമുക്ക് അത്ഭുതം തോന്നിപ്പോൾ ഒരു യുവജന സംഘടന ഇത്രയധികം അധപതിക്കാൻ പാടുണ്ടോ? അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി സംഘടന ഇത്രയധികം അധപതിക്കാൻ പാടുണ്ടോ? ഇപ്പോൾ വിദ്യാർത്ഥി സംഘടനയെക്കുറിച്ച് SFIയെക്കുറിച്ച് പറയുമ്പോഴാണ് അവിടെ ഒരു സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏതോ ഒരു പെൺകുട്ടി പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ പ്രസംഗം വളരെ നന്നായിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ. കാരണം പുള്ളിയുടെ ഓരോ ദിവസത്തെ പ്രസംഗവും കാണുമ്പോഴും നമുക്ക് തന്നെ പേടിയായി പോകും. കാരണം കഴുത്തിലെ ഞരമ്പുകളൊക്കെ ഏത് നിമിഷം പൊട്ടട്ടെ എന്നതുപോലെയാണ് ആ ഞരമ്പുകളൊക്കെ എഴുന്നേൽക്കുന്നത്. തനിക്ക് കഴിയുന്ന, അല്ലെങ്കിൽ തൻ്റെ ആരോഗ്യസ്ഥിതിക്ക് കഴിയുന്ന രീതിയിൽ ശിവപ്രസാദ് പ്രസംഗിച്ചോട്ടെ. പക്ഷേ ഇത്തരത്തിലുള്ള ഈ ഞരമ്പുകളൊക്കെ പൊട്ടിപ്പോകുന്ന തരത്തിലുള്ള പ്രസംഗങ്ങളൊക്കെ നടത്തുമ്പോൾ ഇത് കണ്ടിരിക്കുന്നവർക്കും ഭയമാകുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഇവരൊക്കെയാണ് ഈ പ്രസ്ഥാനത്തെ നയിക്കുന്നത്. യുവജന പ്രസ്ഥാനത്തെയും വിദ്യാർത്ഥി പ്രസ്ഥാനത്തേക്കും ഒക്കെ നയിക്കുന്നത് ഇവരെ പോലെയുള്ളവരാണ്. എന്ത് കാര്യത്തിനാണ് ഇവരൊക്കെ ഡൽഹിയിലേക്ക് വണ്ടി കയറുന്നത് എന്നറിയില്ല. ഇവിടെ PSC ക്രമക്കേട് നടന്നിരിക്കുന്നു, അതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിരിക്കുന്നു. PSC അഴിമതി വ്യക്തമായി തന്നെ നമ്മളെല്ലാവരും കണ്ടതാണ്. അതൊക്കെ നടന്നത് പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്താണ്. പക്ഷേ അതിനെക്കുറിച്ചൊന്നും ഇവർക്ക് യാതൊരു വിധത്തിലുള്ള സമരവും നടത്തണ്ട, ചോദ്യം ചെയ്യേണ്ട, അവർക്കൊന്നും ചെയ്യേണ്ട. രാഷ്ട്രീയപരമായിട്ട് ഇവർക്ക് നിലപാടുകളുണ്ട്, ശരി, സമ്മതിച്ചു. പക്ഷേ ഇത്തരത്തിൽ പരിഹരിക്കപ്പെട്ട ഒരു വിഷയത്തിൽ വീണ്ടും പരിഹാരം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡൽഹിയിലേക്ക് വണ്ടി കയറുന്ന മണ്ടന്മാരുടെ അവസ്ഥ എന്താണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അവരുടെ ഒരു മാനസികാവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും പിണറായി വിജയന്റെ മകൾ വാങ്ങിയ അഴിമതി പണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വന്ന ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് കൊലപ്പെടുത്തുകയും അവർ വന്ന വാഹനം തല്ലിത്തകർക്കുകയും ചെയ്ത കേസിൽ 24 ഗുണ്ടകൾ ഇപ്പോഴും അകത്താണ്. ആ ഗുണ്ടകളെ പോലെ അവർ കേരളത്തിലാണ് എന്നെങ്കിലും പറയാം. ജന്തർ മന്ദറിലേക്ക് വണ്ടി കയറിയിരിക്കുന്ന ഡിവൈഎഫ്ഐക്കാരെ കുറിച്ച് കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് മണ്ടന്മാർ ലണ്ടനിൽ എന്ന ഒരു പഴയ സിനിമയാണ്. എന്തായാലും ഡൽഹിയിലേക്ക് തീവണ്ടി കയറിയ ഡിവൈഎഫ്ഐക്കാർക്ക് തിഹാർ ജയിലിലോ
അവിടെയുള്ള മറ്റേതെങ്കിലും ജയിലുകളിലോ ഇടം കിട്ടട്ടെ, ഈ അടുത്ത കാലത്തൊന്നും മടങ്ങി വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. വീണ്ടും കാണാം.